ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. 1 കൊരിന്ത്യർ 12:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു സഭ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ സഭയെ മനുഷ്യ ശരീരത്തോടും അതേപോലെ സഭയിലെ ഓരോ അംഗങ്ങളെ ശരീരത്തിലെ ഓരോ അവയവങ്ങളായിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ദൈവം തന്റെ ഇഷ്ടപ്രകാരമാണ് ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ശരീരത്തിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകളും ഉണ്ട്. ഈ ടാസ്കുകളെല്ലാം ഈ ഓർഗൻസ് നേരെ ചെയ്താലേ നമ്മുടെ ബോഡി നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ആവത്തുള്ളൂ. ഇതേപോലെ ഏതെങ്കിലും ഒരു ഓർഗൻ ഒന്ന് നേരെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡി പ്രവർത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇതേപോലെ തന്നെ ഈ സഭയിലെ ഓരോ അംഗങ്ങളായ നമുക്ക് ഓരോരോ വലിയ ടാസ്കുകൾ തന്നിട്ടുണ്ട്. ഈ ടാസ്കുകൾ നമ്മളെല്ലാവരും ചെയ്താൽ മാത്രമേ നമ്മുടെ സഭ മുന്നോട്ട് പോകത്തുള്ളൂ. ഈ ടാസ്കുകൾ നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ നേരെ ചെയ്യണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ബലം അത്യാവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഏറെ സഹായിക്കട്ടെ. ആമേൻ.